നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്തേ? ചേട്ടാ എൻ്റെ മൊബൈൽ കംപ്ലൈൻറ്റാ. കംപ്ലൈൻറ്റ് ആയതാണോ അതോ നീ കംപ്ലൈൻറ്റ് ആക്കിയതാണോ? എവിടെ എൻ്റെ പൈസ? അയ്യോ ചേട്ടാ, അത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ചേട്ടാ. മരുന്ന് കിട്ടാണ്ട് എൻ്റെ അമ്മ ചാവുന്ന ചാവട്ടറ. ഇപ്പം ഞാൻ ഇതും കൊണ്ട് പോവാം. അടുത്ത ആഴ്ച എൻ്റെ പൈസ മുഴുവനും കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടോട്ടങ്ങ് വരും. അപ്പം കളം മാറുവേ. വാടാ. പൈസ തട്ടിപ്പറിക്കണ്ടായിരുന്നു, അവൻ തരാമെന്ന് പറഞ്ഞല്ലേ. എടാ, ഈ സാമാനം എനിക്ക് വെറുതെ തരുന്നൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പിന്നെ ഇവന്മാർ കാണിക്കുന്ന ഈ പേടി ബഹുമാനം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദേ, ഇവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ. പൈസ തിരിച്ചു തന്നാൽ അങ്ങ് തീരും. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റുണ്ടല്ലോ, അത് ദൈവം പോലും പൊറുക്കല. ഏത് ദൈവം? എടാ, ആകെ ഒരു ദൈവമേ ഉള്ളൂ, അത് പൈസയാണ്. എന്നാൽ പിന്നെ കാശിന് ആവശ്യം വരുമ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ പോരെ? എന്തിനാ ഇവന്മാരൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നത്? അവൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വെച്ച കാശ് നിങ്ങളിപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് ആരോടും ഒരു സഹതാപമില്ലേ? ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് എന്നോടാരും സഹതാപം കാണിച്ചിട്ടില്ല. എടാ, പണം ഉണ്ടെങ്കിൽ എതിരെ നിൽക്കുന്നതിന് എത്ര വലിയ ശക്തനായാലും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം.